കിട്ടിയതായിട്ട് ഒരു അറിവുമില്ല. ഇതിപ്പോ കിട്ടിയപ്പോ എന്ത് തോന്നി? ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ സ്വന്തം പറമ്പിൽ നിന്ന് ഇങ്ങനെ നിധി കിട്ടിയെന്ന് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ പോലീസുകാർ പറഞ്ഞത് കോടതിയിൽ ഹാജരാക്കാൻ ഇന്ന് ഹാജരാക്കുന്ന വാർത്ത അറിഞ്ഞത്. എന്തായാലും നേരത്തെ ഇവിടെ വീടോ തറവാടോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഈ പറമ്പിൽ? അതിനെപ്പറ്റി അറിയില്ല. ഇവിടുത്തെ കുറേ സ്ഥലം നിങ്ങളുടെ കയ്യിലായിരുന്നോ, ആളുകളുടെ കയ്യിൽ? അല്ലല്ല, ഇതും താഴെയുണ്ട്, വീട് സ്ഥലമുണ്ട്. ഓക്കെ. ഒഴിഞ്ഞ പറമ്പുകളിൽ നിന്ന് സാധാരണഗതിയിൽ ബോംബും കൂടോത്രവും ഒക്കെ കണ്ടെടുക്കുന്ന കണ്ണൂരിൽ ഇത്തവണ കണ്ടെടുത്തത് പക്ഷേ നിധിയാണ്. ശ്രീകണ്ഠപുരത്തിനടുത്ത് പരിപ്പായിൽ നിന്നാണ് ഈ കാഴ്ച. 2 ദിവസം മുമ്പാണ് പരിപ്പായിലെ ഞാൻ ഈ നിൽക്കുന്ന തോട്ടത്തിൽ, റബ്ബർ തോട്ടത്തിൽ, തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി മഴക്കുഴി കുത്താനായി നിന്ന 16ഓളം വരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മഴക്കുഴി കുത്തുന്നതിനിടെ ഒരു വസ്തു കിട്ടുന്നത്. അതായത് ഒരു മണ്ണിൻ്റെ കുടുക്ക പോലൊരു സാധനം, അതിനുള്ളിൽ നിന്നാണ് ഇത് കിട്ടുന്നത്. രാവിലെ 10 മണിയോടുകൂടി ഇത് കിട്ടി. പക്ഷേ അത്ര ഗവനിച്ചില്ല. കാരണം നിധി എന്നൊരു സങ്കല്പം പോലും പാവം തൊഴിലാളികളുടെ മനസ്സിലില്ല. അതുകൊണ്ട് തന്നെ അത്ര ഗൗരവത്തിലെടുത്തില്ല. പക്ഷേ പിന്നീട് വൈകിട്ട് 3 മണിയോടുകൂടി വീണ്ടും ഇത് തുറന്നു നോക്കുമ്പോഴാണ് അതിനുള്ളിൽ നിന്ന് കുറേ വെള്ളി നാണയങ്ങൾ, ഒപ്പം കുറേ സാധനങ്ങൾ, ഒരു പിടി സാധനങ്ങൾ. അതായത് ചേച്ചി, നമുക്കത് കിട്ടിയ ആളുകൾ അവർ തന്നെ പറയട്ടെ, അതാണ് അതിൻ്റെ ഒരു അഴക്. എന്തൊക്കെയായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്? അതിൻ്റെ അടുത്തെന്ന് വെച്ചാൽ വെള്ളി നാണയം നമുക്കറിയില്ല. നമ്മൾ പൈസയായിട്ടാണെന്നാ വിചാരിച്ചിന്. പക്ഷെ വെള്ളി നാണയം നമ്മൾ കഴുകി നോക്കുമ്പോൾ അതും അറിയില്ല. അത് പോലീസിന് കൈമാറിയതാണ് വെള്ളി നാണയം എന്ന് പറഞ്ഞ്. പിന്നെ മുത്തുമണി 10-12 മുത്തുമണിയുണ്ട്. അതിലെ കോയൻ ഒരു 13 സ്വർണത്തിന്റെ കാശുമാല. നമ്മളാള് പണ്ടിരുന്ന കാശുമാല നൂല് കോർത്ത് ഇടുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഇവര് പറഞ്ഞു നമ്മള് ബിംബത്തിന് ഈ തെയ്യം കെട്ടുമ്പോ ഇടുന്നതാണെന്ന് പറഞ്ഞു. നമ്മൾ പേടിച്ചിട്ട് അവിടെ തന്നെ വെച്ചു. നമ്മളൊക്കെ പേടിയായി. തെയ്യത്തിന്റെ പേടി നമ്മളത് അവിടെ തന്നെ വെച്ചിട്ട് പിന്നെ അത് അമ്പലത്തിന്റെ വീട്ടിന്റെ അടുത്തില്ലാതെ ഏൽപ്പിച്ചു. അവരെന്ത് പറഞ്ഞെടുത്തു, പോലീസിനെ വിളിച്ചു, പഞ്ചായത്തിൽ വിളിച്ചു, അവർ കൈമാറി. നമ്മൾ രാവിലെ പണിക്ക് വരുമ്പോഴേക്ക് ഇവർ പറഞ്ഞു നമ്മൾ കൈമാറിയിട്ടായാലും ഇങ്ങനെ പോയിട്ടുണ്ട്. അന്നേരം നമ്മൾ അറിഞ്ഞ്. വേറെ ഒന്നും അറിയില്ല നമ്മളതിനെപ്പറ്റി. പിന്നെ ഇന്ന് ഇവരെല്ലാം ചാനലുകളിലും വന്ന് നമ്മളെ കുഴികുത്തുന്നത് എടുക്കുന്നു. വീണ്ടും ഞാൻ പോയി ഇവര് 3 വെള്ളി നാണയവും കിട്ടി. പിന്നെ ഒരു വലിയ മുത്തുമണിയും കിട്ടി. അത് കിട്ടിയിട്ട് അത് പോലീസിനെ ഏൽപ്പിച്ചു. പഞ്ചായത്ത് മെമ്പറിനെ ഏൽപ്പിച്ചു. മെമ്പർ പോലീസിന് കൈമാറി. ഓക്കെ. അതായത് കഥ എങ്ങനെയാണ്? ഈ കിട്ടിയ സാധനങ്ങളൊക്കെ പോലീസ് ഏറ്റെടുത്തു. ഇവിടെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട്. മജിസ്ട്രേറ്റിന്റെ കയ്യിൽ നിന്നത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം മാത്രമേ ഇതിന്റെ കാലപ്പഴക്കം, മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി കണ്ടെത്താൻ കഴിയൂ. നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ഥല ഉടമ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ്, ഭാര്യയുടെ പേരിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് സ്ഥലമുള്ളത്. എത്ര കാലമായിട്ട് ഈ സ്ഥലം നിങ്ങളുടെ കുടുംബത്തിന്റെ കയ്യിലുണ്ട്? 50 വർഷത്തിന് മേലോട്ട്. 50 വർഷത്തിന് മേലോട്ട് കുടുംബത്തിന് സ്വത്താണത്. ഇതിവിടെ പണ്ടെങ്ങനെയാലും എന്തെങ്കിലും നേരത്തെ വല്ലതും കിട്ടിയിട്ടുണ്ടോ അതുപോലെ? ഇല്ല, കിട്ടിയതായിട്ട് ഒരു അറിവുമില്ല. ഇതിപ്പോ കിട്ടിയപ്പോ എന്ത് തോന്നി? ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ സ്വന്തം പറമ്പിൽ നിന്ന് ഇങ്ങനെ നിധി കിട്ടിയെന്ന് ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ പോലീസുകാർ പറഞ്ഞത് കോടതിയിൽ ഹാജരാക്കാൻ ഇന്ന് ഹാജരാക്കുന്ന വാർത്ത അറിഞ്ഞത്. എന്തായാലും നേരത്തെ ഇവിടെ വീടോ തറവാടോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഈ പറമ്പിൽ? അതിനെപ്പറ്റി അറിയില്ല. ഇവിടുത്തെ കുറേ സ്ഥലം നിങ്ങളുടെ കയ്യിലായിരുന്നോ, ആളുകളുടെ കയ്യിൽ? അല്ലല്ല, ഇതും താഴെയുണ്ട്, വീട് സ്ഥലമുണ്ട്. ഓക്കെ. അങ്ങനെയാണ് കഥ. അതായത് നിധി കിട്ടുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ചേച്ചി, ആദ്യമായിട്ടാണ് നിധി കിട്ടുന്നത്. എന്തായിരുന്നു ഈ നിധി കിട്ടിയപ്പോ ഉണ്ടായൊരു സന്തോഷം? എന്താ സന്തോഷമല്ല, വിഷമം ഉണ്ടായിനി. എന്ത് ചെയ്യണം എന്നാന്ന്, എങ്ങനെ അത് അവിടെ വന്നു എന്നില്ല ഒരു വിഷമം ഉണ്ടായിനി. അപ്പോ പിന്നെ അത് കണ്ടതിന് ശേഷം എല്ലാരും എടുത്ത് കഴുകി നോക്കുമ്പോഴത്തേക്ക് കാശ് പോലെ ഒരു 13 അതുണ്ട്. പിന്നെ മുത്ത് ഒരു 10-12 അതും ഉണ്ട്. പിന്നെ 2-3 സ്വർണത്തിന്റെ, പിന്നെ പൈസ പോലത്തെ അത് സ്വർണത്തിന്റെ തന്നെ അതും ഉണ്ട്. പിന്നെ കുറെ വെള്ളീന്റെ 2 കൂട്, പിന്നെ വെള്ളീന്റെ ഒരു പോങ്ങ പോലെ വെള്ളീന്റെ കാശ് കണക്കത്തെ അതും ഉണ്ട്. എന്തായാലും ഒരു ഭാഗ്യം ഇങ്ങനെ അടുത്ത് വരുന്ന പോലെ തോന്നുന്നുണ്ടോ? ആദ്യം എല്ലാരും പേടിച്ചു പോയിനി. ഭാഗ്യം ഒന്നും വിചാരിച്ചിട്ടില്ല. ഇതെങ്ങനെ വന്നു? അന്നേരം ഓരോരാൾ പറഞ്ഞു അവിടെ ദൈവത്തിന്റെ ഇതുണ്ട്, അതിന് അവരെ ആരെങ്കിലും ആടെ എടുത്തിട്ട് ഇവിടെ കൊണ്ട് കുഴിച്ചിട്ട് പോയതാണോ എന്നെല്ലാം വിചാരിച്ചു. ആടെ ഒരു കോട്ട, തെയ്യത്തിന്റെ കോട്ടം ഉണ്ടായിനി. ഇന്നേരം ഇവിടെ ഒരു വീടുണ്ടായിനി. അങ്ങനെയെല്ലാം പറയുന്ന കേട്ടു. നമ്മള് പരിപ്പായി പള്ളീന്റെ അപ്പുറത്താണ്. എന്തായാലും
നിധി നിധി എന്നൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാഴ്ച ഞാൻ വന്നിട്ടായിട്ടു. അപ്പോ അനക്കുയിൽ പങ്കെടുക്കേണ്ട ഒരു ഇതായതുകൊണ്ട് ഇതിൽ പങ്കെടുത്തു. അല്ല, ഈ നിധി നിധി എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ചേച്ചിയോ? കണ്ടിട്ടില്ല. ഇല്ല. എന്തായാലും കണ്ടില്ലേ? കണ്ടു. ഓക്കെ. എന്തായാലും ഈ നിധി, ഇത് നിധി തന്നെയാണോ? ഇതിന്റെ കാലപ്പഴക്കം എന്താണ്? എത്രത്തോളം സ്വർണം, അത് എത്രത്തോളം അത് ഗ്യാരണ്ടി ഉള്ളതാണ് അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ളതാണ്, അതിൻ്റെ അത്തരം കാര്യങ്ങളൊക്കെ അറിയേണ്ടിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ. അതൊക്കെ സ്വാഭാവികമായും പുരാവസ്തു വകുപ്പ് അത് ഏറ്റെടുക്കും, അതിനുശേഷം പരിശോധിക്കും. അതിനുശേഷം മാത്രമേ ഈ നിധിയുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാകൂ. പക്ഷെ എന്തായാലും നിധി ഒരു വലിയ അത്ഭുതമായി ഇപ്പോഴും ഇങ്ങനെ ആളുകളുടെ ഇടയിൽ ബാക്കി നിൽക്കുകയാണ്.